റമദാനിന്റെ ആദ്യത്തെ റഹ്മത്തിന്റെ 10 ദിവസങ്ങൾ മഗ്‌രിബോടുകൂടി അവസാനിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആനിലെ അതിമനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. സൂറത്തുൽ അറാഫിലെ 23-ാമത്തെ ആയത്താണത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ. അല്ലാഹു തആല അവർക്ക് സ്വർഗീയമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ആ സ്വർഗീയമായ സൗകര്യങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്നതിനിടയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം മറന്നുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്തപ്പോൾ അതിന്റെ പേരിൽ കനത്ത വിലയാണ് കൊടുക്കേണ്ടി വന്നത്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സമയത്ത് അവർ നടത്തിയ ഒരു ദുആ, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നാം എപ്പോഴും ചെയ്യാറുള്ള ഒരു ദുആയാണ്. ഇത് ആദം നബിയും ഹവ്വാ ബീവിയും ചേർന്ന് നടത്തിയ ദുആയാണ്. ഈ ദുആയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും 4 വിഷയങ്ങൾ. ആ 4 കാര്യങ്ങൾ ഒരാളിൽ നിന്നുണ്ടായാൽ അയാൾ പരാജയപ്പെടുക തന്നെ ചെയ്യും എന്നതിൻ്റെ മുന്നറിയിപ്പാണ് ഈ ദുആയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് 4 കാര്യങ്ങളിൽ? ഒന്നാമത്തെ കാര്യം, റബ്ബനാ ളലംനാ അൻഫുസനാ. ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് അക്രമം കാണിച്ചു പോയി. ഞങ്ങൾ സ്വന്തത്തോട് തന്നെ അക്രമം കാണിച്ചു. ഒരാൾ പരാജയപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം സ്വന്തത്തോട് അക്രമം കാണിക്കുക എന്നുള്ളതാണ്. സ്വന്തത്തോട് അക്രമം കാണിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹു നിശ്ചയിച്ച പരിധി വിട്ട് കടക്കുക, ളുൽമ കാണിക്കുക. ഏറ്റവും വലിയ ളുൽമ എന്ന് പറയുന്നത് ഷിർക്കാണ്, ബഹുദൈവാരാധനയാണ്. അത് 2 തരത്തിലുണ്ട്, വലുതുണ്ട്, ചെറുതുണ്ട്. വലിയ ഷിർക്കാണ് ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുക, പൂജിക്കുക. ചെറിയ ഷിർക്കാണ് റിയാ എന്ന് പറയുന്ന ലോകമാന്യത എന്ന് പറയുന്ന ഏറ്റവും മോശമായ ഒരു സ്വഭാവം. അപ്പൊ ഏത് രീതിയിലാണെങ്കിലും അള്ളാഹു തീരുമാനിച്ച പരിധിയും നിയമവും വിട്ടുകടന്നാൽ അയാൾ പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്ന വലിയൊരു പാഠമാണ് ഒന്നാമതായി ഈ ദുആയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമത്തെ പാഠം ആ പ്രാർത്ഥനയുടെ ആ ഭാഗത്ത് തന്നെ ഉള്ളത്, ഒരാളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അയാളുടെ ഭാഗത്ത് നിന്നൊരു പാപം വന്നുപോയാൽ ആ പാപം സമ്മതിക്കാതിരിക്കുക എന്നുള്ളതും പരാജയത്തിന്റെ അടയാളമാണ്. ഇവിടെ ആദം നബി അലൈഹിസ്സലാം തങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റ് അള്ളാഹുവിനോട് ഏറ്റുപറയുകയാണ്. അള്ളാഹുവെ, ഞങ്ങൾക്കിതാ അക്രമം ഞങ്ങളിൽ നിന്ന് വന്നുപോയിരിക്കുന്നു, ഞങ്ങൾ ഇന്ന തെറ്റ് ചെയ്തു പോയിരിക്കുന്നു. അപ്പോ ഒരാൾ ചെയ്ത തെറ്റ് അള്ളാഹുവിനോട് സമ്മതിക്കാതിരിക്കുക എന്നുള്ളത് അയാൾ പരാജയപ്പെടാനുള്ള കാരണമാണ്. ഇബ്ലീസ് പരാജയപ്പെട്ടത് അവിടെയാണ്, ആദം നബി വിജയിച്ചതും അവിടെയാണ്. ആദം നബി ആ തെറ്റ് ഏറ്റുപറഞ്ഞു, അപ്പോ വിജയിച്ചു. ഇബ്ലീസ് ചെയ്ത തെറ്റിനെ ന്യായീകരിച്ചു. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണല്ലോ, ന്യായീകരിക്കും. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചെയ്തതല്ല, അല്ലെങ്കിൽ എന്റെ വീക്ഷണത്തിൽ അത് ശരിയാണ്, ഇസ്ലാമിക ദൃഷ്ടി അത് തെറ്റായിരിക്കും. അപ്പൊ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കല് ശൈത്താന്റെ സ്വഭാവമാണ്, അത് പരാജയത്തിന്റെ അടയാളമാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിജയിച്ചത് ആ തെറ്റ് ഏറ്റുപറഞ്ഞതിന്റെ പേരിലാണ്. നമ്മൾ സാധാരണ ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയാറുണ്ട്. ഇസ്തിഗ്ഫാറിന്റെ നേതാവ്, അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം ഇപ്രകാരമാണ്, അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി. എന്താണ് വ അബൂഉ ബിദംബി? അല്ലാഹുവേ, ഞാൻ ചെയ്ത പാപം ഞാനിതാ സമ്മതിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ മുമ്പിൽ എന്ത് തെറ്റ് ചെയ്താലും അത് സമ്മതിക്കുക എന്നുള്ളത് വിജയത്തിന്റെ അടയാളമാണ്. അത് സമ്മതിക്കാതിരിക്കുക എന്നുള്ളത് പരാജയത്തിന്റെ അടയാളമാണ്. 2. മൂന്നാമത്തേത്
വഇല്ലം തഗ്ഫിർ ലനാ, നബി ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ. മഗ്ഫിറത്തിന്റെ വത്ത് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. അപ്പൊ അള്ളാഹു ഒരാൾക്ക് പുറത്തു കൊടുക്കാതിരിക്കുക, മാപ്പ് ചെയ്തു കൊടുക്കാതിരിക്കുക എന്നുള്ളത് പരാജയത്തിന്റെ അടയാളമാണ്. ഇബ്ലീസിന് അള്ളാഹു മാപ്പ് ചെയ്തു കൊടുത്തില്ല. എന്തുകൊണ്ട്? ഇബ്ലീസ് ചെയ്ത തെറ്റ് അഹങ്കാരത്തിന്റെ പേരിലുള്ള തെറ്റായിരുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് സംഭവിച്ച തെറ്റ് മറന്നുപോയി സംഭവിച്ചതാണ്. അപ്പൊ അഹങ്കാരത്തിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം നൽകിയില്ല. പാപമോചനം കിട്ടാതിരിക്കുക എന്നുള്ളത് ഒരാൾ പരാജയപ്പെടാനുള്ള കാരണമാണ്. പാപമോചനം കിട്ടണമെങ്കിൽ അള്ളാഹുവിനോട് പാപമോചനം തേടണം. അല്ലാഹുമ്മ ഗുഫിർലി എന്ന് നിരന്തരമായി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. പണ്ടൊരാൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാണ്, ദൈവമേ ലോട്ടറി എടുക്കുന്നതിൽ എന്നെ നീ വിജയിപ്പിക്കണമേ, ഞാൻ എടുക്കുന്ന ലോട്ടറി എനിക്ക് അടിപ്പിക്കണമേ. അപ്പൊ ദൈവം അയാളോട് മറുപടി പറഞ്ഞു എന്നാണ്, മോനെ നീ എടുക്കുന്ന ലോട്ടറി അടിക്കണമെങ്കിൽ ആദ്യം നീ ലോട്ടറി എടുക്കണം. ഇയാള് ലോട്ടറി എടുക്കാതെയാണ് ദുആ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ നാം അള്ളാഹുവിനോട് തേടുന്നില്ല. അപ്പൊ നിരന്തരമായി റബ്ബിനോട് പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് പാപമോചനം കിട്ടാനുള്ള ഒരു വഴിയാണ്, മഗ്ഫിറത്തിനുള്ള ഒരു വഴിയാണ്. അതാണ് മൂന്നാമത്തെ കാരണം. നാലാമത്തെ കാരണം വതർഹംനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കരുണ കാണിച്ചില്ല എങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ ആ മനുഷ്യൻ പരാജയപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. റഹ്മത്തിന്റെ പത്ത് അവസാനിക്കാൻ പോകുമ്പോ നാം എല്ലാവരും ആത്മപരിശോധന നടത്തണം. അള്ളാഹുവിന്റെ കാരുണ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന വിഷയത്തിൽ ചില ആളുകള് അവർക്ക് കിട്ടിയ കഴിവിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരാ. എനിക്കാരുടെയും സഹായമൊന്നും വേണ്ട, അള്ളാന്റെ സഹായമൊന്നും വേണ്ട, എനിക്ക് കഴിവുണ്ടല്ലോ, ഞാൻ എടുത്തോളാം. ചില ആളുകൾ അവരുടെ അറിവിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരാണ്. അള്ളാഹു എനിക്ക് ബുദ്ധിശക്തിയും വിവരവുമെല്ലാം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജമിനിയൊക്കെ ഉള്ള കാലത്ത് ഏത് നോക്കിയാലും ഇതിൽ നിന്ന് മറുപടി കിട്ടുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അള്ളാന്റെ കാരുണ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ എൻ്റെ സ്വന്തമായ വിവരം കൊണ്ട് നേടിയെടുത്തുകൊള്ളാം എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യരുണ്ട്. പക്ഷെ എത്ര അറിവുണ്ടായാലും എത്ര കഴിവുണ്ടായാലും അള്ളാഹുവിന്റെ കാരുണ്യം ഒരു വിഷയത്തിൽ നമുക്ക് കിട്ടിയില്ല എങ്കിൽ തീർച്ചയായും നാം പരാജയപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ഈ പ്രാർത്ഥനയിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ബാങ്കിന് വേണ്ടി വിളിക്കപ്പെടുമ്പോ ഹയ്യാലൽ സ്വലാ ഹയ്യാലൽ ഫലാ എന്ന് വിളിക്കപ്പെടുമ്പോ നമ്മൾ പറയുന്നത് എന്താ പറയുന്നത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ല, നമസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോൾ പറയേണ്ട മറുപടി എന്താണ്? ഞാനിതാ നമസ്കാരത്തിലേക്ക് വരുന്നു എന്നാണ് പറയേണ്ടത്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താ? അള്ളാനെ കൊണ്ടല്ലാതെ ഒരു കഴിവുമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആ മഹത്തായ കർമ്മത്തിലേക്ക് വിളിക്കപ്പെടുമ്പോൾ പോലും അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള കഴിവും കാരുണ്യവും അത്യാവശ്യമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ആ ദുആയിലൂടെ. ഇത്രയും പറഞ്ഞതിന് ശേഷം ആദം നബി അവസാനം പറയുന്നു, ലനകൂനന്ന വതർഹംനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ റബ്ബേ തീർച്ചയായും ഞങ്ങൾ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകും. അപ്പൊ ഒരാള് തോൽക്കാനുള്ള കാരണം ഒന്ന്, ചെയ്തു പോയ തെറ്റ് സമ്മതിക്കാതിരിക്കുക. 2, സ്വന്തത്തോട് അക്രമം കാണിക്കുക. 3, അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് കിട്ടാതിരിക്കുക. 4, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് കിട്ടാതിരിക്കുക. അപ്പൊ വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1, സ്വന്തത്തോട് അക്രമം കാണിക്കാതിരിക്കണം, പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. 2, തെറ്റുകൾ വന്നുപോയാൽ ആ തെറ്റ് അള്ളാന്റെ മുമ്പിൽ ഏറ്റുപറയണം.
മൂന്നാമത്തേത് അള്ളാഹുവിൽ നിന്നും മഗ്ഫിറത്ത് നേടിയെടുക്കണം. നാലാമത്തേത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കരുണ കിട്ടാനുള്ള വഴികൾ അന്വേഷിക്കണം. അല്ലാഹു തആല ഈ റഹ്മത്തിന്റെ പത്തിൽ പടച്ച തമ്പുരാൻ അവന്റെ കാരുണ്യം കിട്ടിയ യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വരാൻ പോകുന്ന മഗ്ഫിറത്ത്, പാപങ്ങൾ പൊറുക്കപ്പെട്ട യഥാർത്ഥ മഗ്ഫൂരീങ്ങളിൽ ഉൾപ്പെടാനുള്ള വഴിയായി അല്ലാഹു കബൂൽ ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു